ഹരേ കൃഷ്ണ. ജ്യോതിഷത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതപാത മനസ്സിലാക്കുന്നതിൽ ലഗ്നചാർട്ടും ചന്ദ്രചാർട്ടും നിർണായകമായ പങ്കുവഹിക്കുന്നു. ഓരോ ചാർട്ടിനും സവിശേഷമായ ഉൾക്കാഴ്ചകൾ നൽകുമ്പോൾ സംരക്ഷണത്തിനും മാർഗനിർദ്ദേശത്തിനും ഏതാണ് നല്ലതെന്ന് പല ജ്യോതിഷികളും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലും ഈ ഒരു സംശയം കാണും അല്ലേ? അപ്പോൾ ഈ സംശയം തീർക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ്. വീഡിയോ എല്ലാവരും കാണുക. ഈ ഭൂമിയിൽ ജന്മമെടുത്ത എല്ലാവർക്കും ജന്മജാതകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാർട്ടുകളാണ് ലഗ്ന ചാർട്ടും ചന്ദ്രചാർട്ടും. ഇതിലൂടെ ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാം. ഈ വീഡിയോയിൽ അതിൻ്റെ വ്യത്യാസങ്ങളും പ്രാധാന്യങ്ങളും എന്താണെന്ന് നമുക്ക് പഠിക്കാം. ലഗ്ന ചാർട്ട് ജനന സമയം, ജനന സ്ഥലം, തീയതി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ഭൗതിക ശരീരം, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡി, വ്യക്തിത്വം, ബാഹ്യ സാഹചര്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ലഗ്ന ചാർട്ട്. ഇത് കരിയർ, ആരോഗ്യം, ബന്ധങ്ങൾ, മൊത്തത്തിലുള്ള ജീവിത ദശ എന്നിവ വിശദീകരിക്കുന്നു. ശുഭഗ്രഹങ്ങളുടെ സ്ഥാനം, ബലം, പാപഗ്രഹങ്ങളുടെ ഭാവങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങളുടെ ആധിപത്യം ഇവയെല്ലാം ലഗ്ന ചാർട്ട് കൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ലഗ്നം എന്നത് ജനന സമയത്ത് നമ്മുടെ ഒരു കുട്ടിയുടെ ജന്മസമയം, ആ സ്ഥലത്ത് സൂര്യൻ ഉദിച്ചിരിക്കുന്ന ദിശയിലുണ്ടായിരിക്കുന്ന രാശി. അപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ ജനിച്ചെന്ന് വെച്ചോ, അപ്പോൾ കിഴക്ക് ഏത് രാശി ആണോ വരുന്നത് ആ രാശിയെ 1ാം ഹൗസാക്കി എടുത്തിട്ടാണ് ലഗ്ന ചാർട്ട് റെഡിയാക്കുന്നത്. ലഗ്ന ചാർട്ട് ഒരു വ്യക്തിയുടെ ശരീരം, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ശരീരം നമുക്ക് കാണാൻ പറ്റുന്നത് സ്ഥൂല ശരീരം എന്ന് പറയും. സ്ഥൂല ശരീരം, സ്വഭാവം, ജീവിതത്തിൻ്റെ പ്രവാഹം എന്നിവയാണ് പ്രതിനിധീകരിക്കുന്നത്. ലഗ്ന ചാർട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ചന്ദ്രചാർട്ട് എന്നത് ഒരാളുടെ ജന്മസമയത്ത് ചന്ദ്രൻ ഉണ്ടായിരുന്ന രാശിയെ 1ാമത്തെ ഹൗസാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ജാതകം, അതാണ് ചന്ദ്രചാർട്ട്. ചന്ദ്രചാർട്ടിലൂടെ നമ്മുടെ ഒരു വ്യക്തിയുടെ മനോഭാവങ്ങൾ, ഭാവന, ഭയങ്ങൾ, മനസ്സിൻ്റെ നില, ഇമോഷണൽ ഇതിനെയൊക്കെയാണ് കാണിക്കുന്നത്. ലഗ്നവും ചന്ദ്രനും ഒരേ ജാതകത്തിലാണ് ഉള്ളതെങ്കിലും അവയുടെ കണക്കുകൂട്ടലുകളും ഫലങ്ങളും വ്യത്യസ്തമാണ്. ലഗ്ന ചാർട്ട് മുഖ്യമായി ജീവിതത്തിൻ്റെ രൂപരേഖയാണെങ്കിൽ ചന്ദ്രചാർട്ട് മനസ്സിൻ്റെ പ്രവാഹത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകം സമഗ്രമായി മനസ്സിലാക്കുവാൻ ലഗ്ന ചാർട്ടും ചന്ദ്രചാർട്ടും രണ്ടും കൂടി നോക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വഴികാട്ടിയായി മാറുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 10ാം ഭാവത്തിൽ ബലവാനായ ലഗ്നാധിപൻ നിൽക്കുന്ന ഒരാൾക്ക് അവരുടെ ഉദ്യോഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും ശക്തമായ സാമൂഹിക സ്ഥാനം നേടാനും കഴിയും. എന്നിരുന്നാലും ചന്ദ്രചാർട്ടിൽ ചന്ദ്രൻ ദുർബലനോ പീഡിതനോ ആണെങ്കിൽ ബാഹ്യ വിജയം നേടിയിട്ടും അവർക്ക് സമ്മർദ്ദമോ ഉത്കണ്ഠയോ നേരിടേണ്ടി വന്നേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ലക്കി സ്റ്റോണുകളും അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചന്ദ്രനെ ഒന്നും കൂടെ നമുക്ക് ഒന്ന് ശക്തിപ്പെടുത്തുവാൻ കഴിയും. ചന്ദ്രനെ ശക്തിപ്പെടുത്തുവാൻ പല പല ഉപായങ്ങളും, നിസ്സാരമായ ഉപായങ്ങൾ ചെയ്താൽ പോലും അത് നമുക്ക് ശക്തിപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉപായങ്ങളൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ചന്ദ്രചാർട്ടും ലഗ്നചാർട്ടും മനസ്സിലാക്കി നമ്മുടെ ജാതകം വിശദമായി ഗണിച്ചതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ തോൽവിയൊന്നും കൂടാതെ നല്ല വിജയം കൈവരിക്കുന്നതിന് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലഗ്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥൂല ശരീരവും ചന്ദ്രചാർട്ട് എന്ന് പറയുന്ന നമ്മുടെ സ്ഥൂല ശരീരവും ആകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഗ്ന ചാർട്ടും ചന്ദ്രചാർട്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജാതകം എഴുതിപ്പിക്കുമ്പോഴേക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ജാതകം എഴുതിപ്പിക്കാൻ. അപ്പോൾ വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് അറിഞ്ഞുകൂടാ മലയാളത്തിൽ ഇങ്ങനൊരു വീഡിയോ ഉണ്ടോ എന്ന്. നിങ്ങൾക്ക് എത്ര മാത്രം മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ എല്ലാവരുടെയും ഒരു കമൻറ്റ് തീർച്ചയായിട്ടും വേണം. വേറെ എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കുക. നമ്മുടെ നക്ഷത്രം മാത്രം നോക്കിക്കൊണ്ട് നമ്മളെല്ലാവരും മിക്കവരും അങ്ങനല്ലേ, നമ്മുടെ നക്ഷത്രം മാത്രം അതിൻ്റെ ഫലം എന്തുവാന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനൊരു അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഒരാൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയേ തീരൂ. ഇതിലൊക്കെ ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ മുൻജന്മ പ്രാരാബ്ദങ്ങൾ ഒഴിയുന്നതിന് വേണ്ടി നാമജപം നിങ്ങൾ നിരന്തരം ചെയ്യുക. മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും നിങ്ങളുടെ മുന്നിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് സഹായിക്കാവുന്നതാണ്. മുതിർന്നവരുടെ സേവ ചെയ്യുക. ഇത് എല്ലാം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രാരാബ്ദങ്ങളും തീർന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വിജയം തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ നിങ്ങളുടെ കഷ്ടതകളൊക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. സ്റ്റേ ബ്ലെസ്ഡ്.